ഭൂകമ്പം വലിയ നാശമാണ് ടിബറ്റിൽ വിതച്ചത്. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഭൂകമ്പം അനുഭവപ്പെട്ട് 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ മരണസംഖ്യ 126ആയി. മരണസംഖ്യ ഉയർന്നേക്കും. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഹിമാലയത്തിന്റെ താഴ്വരയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ കുടുങ്ങിപ്പോയ 400-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി ചൈനീസ് അധികൃതർ അറിയിച്ചു. തിരച്ചിൽ ബുധനാഴ്ച രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ 30,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ചൈനീസ് അധികൃതർ പറഞ്ഞു. ജനുവരി 7 ചൊവ്വാഴ്ചയുണ്ടായ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം ചൈനയുടെ ടിബറ്റൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ടിൻഗ്രിയാണ്. അടുത്ത കാലത്ത് ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട മേഖലകളിൽ ഒന്നാണിത്. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ ഹിമാലയത്തിന്റെ വടക്ക് 80 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. സമീപ രാജ്യങ്ങളായ നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനമുണ്ടായി. ടിബറ്റിലെ ഷിഗാറ്റ്സെ മേഖലയിൽ 3609 വീടുകൾ തകർന്നതായാണ് പ്രാഥമിക വിവരം. പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ചൈനീസ് സ്റ്റേറ്റ് മീഡിയയാണ് ചൊവ്വാഴ്ച ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഷിഗാറ്റ്സെയിൽ 8 ലക്ഷത്തോളം ആളുകളാണ് താമസിക്കുന്നത്. ദുരന്തബാധിതരെ സഹായിക്കാനായി 500-ലധികം രക്ഷാപ്രവർത്തകരെയും 106 ആംബുലൻസുകളെയും ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ടിബറ്റൻ ഭാഗത്ത് 126 പേർ കൊല്ലപ്പെടുകയും 188 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ചൈനയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTV റിപ്പോർട്ട് ചെയ്തു. നേപ്പാളിലോ മറ്റിടങ്ങളിലോ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉയർന്ന പ്രദേശത്തെ താപനില ഒറ്റ രാത്രി കൊണ്ട് -18°C വരെ താഴ്ന്നു. ഇത് ഭൂകമ്പത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ദുരിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ടെന്റുകൾ, ഭക്ഷണസാധനങ്ങൾ, ഇലക്ട്രിക്കൽ ജനറേറ്ററുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ദുരന്തമേഖലയിൽ എത്തിച്ചിരുന്നു. ഭൂകമ്പത്തിൽ തകർന്ന റോഡുകൾ വീണ്ടും ഗതാഗതത്തിനായി തുറന്നതായും CCTV റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ച രാവിലെ 8 മണിവരെ 4.4 വരെ തീവ്രത രേഖപ്പെടുത്തിയ 500-ലധികം തുടർചലനങ്ങൾ ഉണ്ടായതായി ചൈന ഭൂകമ്പ നെറ്റ്വർക്ക് സെന്റർ അറിയിച്ചു. സിച്ചുവാൻ പ്രവിശ്യയിലെ ഭൂകമ്പ ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ ചൊവ്വാഴ്ചത്തെ ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രത്തിന് 200 കിലോമീറ്ററിനുള്ളിൽ 3-ഓ അതിലധികമോ തീവ്രതയുള്ള 29 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2008-ൽ 8.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സിച്ചുവാനിലെ ചെങ്ഡുവിൽ ഉണ്ടായി. കുറഞ്ഞത് 70,000 പേരുടെ ജീവൻ ദുരന്തം അപഹരിച്ചു. 2,42,000 പേരുടെ മരണത്തിനിടയാക്കിയ 1976-ലെ താങ്ഷൻ ഭൂകമ്പത്തിനു ശേഷം ചൈനയിലുണ്ടായ ഏറ്റവും മാരകമായ ഭൂകമ്പമാണിത്. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 149 പേരുടെ ജീവൻ അപഹരിച്ച 6.2 തീവ്രത രേഖപ്പെടുത്തിയ 2023-ലെ ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു ചൊവ്വാഴ്ചയുണ്ടായത്.